ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വിക്ടോറിയ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിൻ്റെ 41-ാമത്തെ മിനിറ്റിൽ വിക്ടോറിയക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. അത് മാത്യൂസിനോ ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് ഈ മത്സരത്തിൽ സാന്റോസിന് മേൽ വിജയം സ്വന്തമാക്കാൻ വിക്ടോറിയക്ക് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് പെനാൽറ്റി ആയിരുന്നോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. ഗോൾ കീപ്പറായ ബ്രസാവോയായിരുന്നു പന്ത് തട്ടിയകറ്റാനുള്ള ശ്രമത്തിനിടെ പെനാൽറ്റി വഴങ്ങിയത്. വാർ പരിശോധിച്ചുകൊണ്ടാണ് റഫറി തീരുമാനമെടുത്തത്. പക്ഷേ ആ പെനാൽറ്റിയുടെ കാര്യത്തിൽ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഇതിനെതിരെ നെയ്മർ ജൂനിയർ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അത് പെനാൽറ്റി അല്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കാണാൻ കഴിയും. ബ്രസീലിൽ ഉടൻ തന്നെ പ്രൊഫഷണലുകളായ റഫറിമാരെ നിയമിക്കേണ്ടതുണ്ട് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിൽ ഉള്ള റഫറിമാർ ഒട്ടും പ്രൊഫഷണലുകളല്ല എന്ന ഒരു പരിഹാസമാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. അത് പെനാൽറ്റി അല്ല എന്ന് തന്നെയാണ് നെയ്മറുടെ ഒരു വാദം. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നിലവിൽ നെയ്മർ ജൂനിയർ പരിക്കിന്റെ പിടിയിലാണ്. സാന്റോസിന് വേണ്ടി ഒരുപാട് കാലമായി അദ്ദേഹം കളിച്ചിട്ട്. ഏതായാലും ഈ മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി സാന്റോസിന്റെ നില ഇപ്പോൾ പരുങ്ങലിലാണ്. അതായത് 16-ാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. 28 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റ് ആണ് സാന്റോസിന് ഉള്ളത്. 17-ാം സ്ഥാനത്തുള്ള വിക്ടോറിയക്കും 31 പോയിന്റ് തന്നെയാണ് ഉള്ളത്. അതായത് റെലഗേഷൻ സോണിന് തൊട്ട് മുകളിലാണ് ഉള്ളത്. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ചാൽ മാത്രം, അതല്ലെങ്കിൽ പോസിറ്റീവായ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് റെലഗേഷനിൽ നിന്നും സാന്റോസിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവർ തരം താഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.